പ്രഭാത സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 18-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. 1-2 വാക്യങ്ങളാണ്. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കണം? കാരണങ്ങളുണ്ട്. 2-ാം വാക്യം പറയുന്നത്, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും, എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും, എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവജനം പറയുമ്പോൾ എന്തുകൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്? മനുഷ്യനെ സ്നേഹിക്കേണ്ട എന്നല്ല പറയുന്നത്. എന്നാൽ മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയാമോ? 2-ാം വാക്യത്തിൽ വായിച്ചത്, ദൈവം നമ്മുടെ ആരാ? ദൈവം നമ്മുടെ ശൈലമാ, കോട്ടയാ, സങ്കേതമാ. ഏത് ആപത്ഘട്ടങ്ങളിലും ഓടിച്ചെന്ന് ആശ്രയിപ്പാനും ആശ്വാസം പ്രാപിപ്പാനും കഴിയുന്ന ഒരാളാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഹൃദയത്തിനകത്തൊരു ഭാരമുണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് സങ്കടങ്ങൾ പറയുവാൻ കഴിയുന്ന ഒറ്റ സ്ഥലമുള്ള ദൈവത്തിന്റെ പാദപീഠമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ച് പറയുന്നുണ്ട്. അവളെ വീട്ടിലുള്ള പെനീനെ അവളെ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചപ്പോൾ, വേദനിപ്പിച്ചപ്പോൾ ഈ ഹന്ന ഓടിപ്പോയത് ദൈവാലയത്തിൽ പോയിരുന്നവൾ കരയുകയായിരുന്നു. കാരണം ദൈവാലയം ദൈവസാന്നിധ്യമാണ് അറിയിക്കുന്നത്. നമ്മുടെ കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ ഇടയിൽ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരോട് നേരിടുവാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോൾ നമുക്ക് ഓടിച്ചെല്ലുവാൻ കഴിയുന്ന ഒറ്റ സ്ഥലമേ ഉള്ളത് ദൈവത്തിന്റെ പാദപീഠമാണ്. അപ്പോൾ ഈ ദൈവത്തെ നമ്മൾ എന്തുകൊണ്ട് സ്നേഹിക്കണം? ഈ ഭൂമിയിലുള്ള പലരെയും നമുക്ക് കാണാൻ ചെല്ലണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ അവർ അടുത്തൊന്നും എല്ലാം പറ്റും. അപ്പോയിന്റ്മെന്റ് എടുക്കണം നേരത്തെ, പിന്നെ അവിടെ ചെന്നാൽ വെയിറ്റ് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അകത്തോട് കയറ്റി വിടും. പക്ഷെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവം പറയുന്ന 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവ സാന്നിധ്യം എല്ലായിടത്തും നമുക്ക് തിരിച്ചറിയാൻ കഴിയും, അനുഭവിച്ചറിയാൻ കഴിയും. ദൈവവേദനെ നമ്മുടെ കഷ്ടതയുടെ നാളുകളിൽ നമ്മൾക്ക് ഓടിച്ചെല്ലുവാൻ കഴിയുന്ന ദൈവം നമ്മുടെ സങ്കേതമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ പാറയും എൻ്റെ പരിചയവും എൻ്റെ രക്ഷയും കൊമ്പുമായും എൻ്റെ ഗോപുരവുമായി എൻ്റെ ദൈവം. ഞാനതൊന്നും വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. ഇന്ന് പകൽ വേളയിൽ ദൈവം നിങ്ങൾക്കെല്ലാം എല്ലാമാ. നിങ്ങൾക്ക് ഓടിച്ചെന്ന് ആശ്രയിപ്പാൻ ഈ ചൂടേറിയ കാലാവസ്ഥയിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് വന്ന്, നിങ്ങൾ പുറത്തൊക്കെ നടന്നതിന് ശേഷം ചൂടടിച്ചിട്ട് നിങ്ങൾ ഓടി വന്ന് നിങ്ങൾ വീട്ടിലേക്ക് കയറി വന്നിരുന്ന് ഫാൻ ഇട്ടുകൊണ്ടോ AC ഇട്ടുകൊണ്ടോ അല്പം തണുപ്പ് കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം പ്രാപിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ വേദന, മനസ്സിന്റെ വേദന കൊണ്ട് നിങ്ങൾ താളം തെറ്റി ഓടി നടക്കുമ്പോൾ, എവിടെ ചെന്നാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഓടി നടക്കുമ്പോൾ, വചനം പറയുന്നു, ദൈവം നിങ്ങളുടെ സങ്കേതമാണ്, ദൈവം നിങ്ങളുടെ ബലമാണ്, അവൻ കോട്ടയാണ്, അവൻ നിങ്ങളുടെ സഹായകനാണ്, നിങ്ങളുടെ രോഗസൗഖ്യകനാണ്, നിങ്ങളെ തകർക്കുന്ന സകലരുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. സ്തോത്രം. നിങ്ങളുടെ വേദനകൾ നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്നവനാണ്. ലാസറിന്റെ ഭവനത്തിലേക്ക് മാർത്തയുടെയും മറിയുടെയും അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ കണ്ണുനീരിനെ തുടച്ച് നഷ്ടപ്പെട്ട ലാസറിനെ തിരിച്ചു കൊടുത്ത ദൈവം നിങ്ങളുടെ നഷ്ടപ്പെട്ട അനുഭവങ്ങൾക്ക് മടക്കി നൽകി നിങ്ങളുടെ കുടുംബത്തിനകത്തും നിങ്ങളുടെ മക്കളുടെ ഇടയിലും നിങ്ങളുടെ ജീവിത വഴികളിലൊക്കെ വേണ്ട സമാധാനവും സന്തോഷവും ഒക്കെ തന്ന നിങ്ങളെ നിലനിർത്തുവാൻ ദൈവം ശക്തനാണ്. ഈ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിര്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ ഈ ദൈവത്തെ അങ്ങ് സ്നേഹിക്കുക. ഇന്ന് പകൽക്കാലം മറ്റാരെക്കാട്ടിലും അധികമായി ദൈവജനമേ, ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിര്. യേശുവിനെ അറിയാത്തവർ, യേശുവിന്റെ സ്നേഹം അറിയാത്ത ആരെങ്കിലും ഈ വചനം ശ്രദ്ധിക്കുന്നെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. സഹോദര, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. സഹോദരി, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. കുഞ്ഞേ, ദൈവം നിന്നെ സ്നേഹിക്കുക. നീ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്നുള്ളതല്ല. ഇന്ന് പകൽ വേളയിൽ നീ ദൈവത്തോട് അടുത്ത് വരുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അവന്റെ മാറോട് ചേർത്ത് പിടിച്ച്, ദൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ ചേർത്ത് പിടിച്ച് പുതുവസ്ത്രം കൊടുത്തവനെ, ഭക്ഷണം കൊടുത്തവനെ സന്തോഷത്തോടെ സ്വീകരിച്ചതുപോലെ നീ ചെയ്തു പോയ തെറ്റുകളെ അനുദപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് നിനക്ക് സമാധാനം നൽകുവാൻ മകനെ എന്ന്, മകളെ എന്ന പേര് ചൊല്ലി വിളിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ അതേ താലോലിച്ചു കൊണ്ടുവരുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഈ കർത്താവിന്റെ സ്നേഹത്തിലേക്കും ഈ സങ്കേതത്തിലേക്കും മടങ്ങി വരിക. ഇന്ന് പകൽക്കാലം ദൈവം നിനക്കെല്ലാം എല്ലാമാണ്. നിനക്കെന്താണോ നഷ്ടപ്പെട്ടു പോയത്, നിനക്കെന്തായില്ലാത്തത്, അത് ദൈവം നിനക്ക് നൽകും. വിശ്വസിക്കുക, കർത്താവിനോട് അടുത്തു ചെല്ലുക. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് പകൽ വേളയിൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.